പൂജാപാത്രങ്ങളായിട്ട് ചെമ്പും പിച്ചള പാത്രങ്ങളും വീട്ടിൽ ധാരാളം കാണും. അത് വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു 4-5 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ സോൾട്ട് എന്ന് പറയും, കൂടെ ഒരു 5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. അതിലേക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പാത്രം തേക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ട് ഏത് പാത്രങ്ങളാണോ നമുക്ക് പോളിഷ് ചെയ്യാനുള്ളത് അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ അതിലുള്ള കളർ വ്യത്യാസം നമുക്ക് ഒരു 10 സെക്കൻഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയറായിട്ട് ഇതുപോലെ പകുതി മുക്കി കാണിക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം വലിയ വിളക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും സിട്രിക് ആസിഡിൻ്റെ അളവ് കൂട്ടുക. വലിയ ബക്കറ്റിൽ ഇതുപോലെ മുക്കി വെച്ചാൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെളുക്കുന്ന ആ ടൈം അനുസരിച്ച് ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇതേ സൊല്യൂഷൻ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ കുറേ കൂടി ഉണ്ടെങ്കിൽ ഇതേ സൊല്യൂഷനിൽ മുക്കി വെച്ച് നമുക്ക് പോളിഷ് ചെയ്ത് എടുക്കാം. കാർത്തികയ്ക്കാണെങ്കിലും നമ്മൾ ധാരാളം വിളക്കുകൾ കത്തിക്കും. അതുപോലെ ഇപ്പോൾ ദീപാവലിക്കൊക്കെ വിളക്കുകൾ കത്തിച്ചിട്ട് ഒരുപാട് പാത്രങ്ങൾ ഇതുപോലെ കാണും, വിളക്കുകൾ കാണും. അതൊക്കെ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പോളിഷ് ചെയ്തെടുത്ത് വെള്ളം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം അകത്ത് വയ്ക്കുകയാണെങ്കിൽ കവർ ചെയ്ത് വെക്കാനായിട്ട്. ഇതുപോലെ വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് ഉണക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അകത്ത് വെക്കുക. അല്ല നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നതാണെങ്കിൽ ചന്ദനവും കുങ്കുമവും തേച്ച് പൂജയുടെ ഐറ്റംസ് നമുക്ക് ഉടനെ എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പോളിഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഈ രീതിയിൽ എല്ലാവരും ഒന്ന് പോളിഷ് ചെയ്ത് നോക്കുക.